വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് ഞാൻ രാവിലെ അലാറം വെച്ച് ഞാൻ കേട്ടില്ല. പിന്നെ ഞാൻ കടന്നുറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ എണീറ്റ് ഒരു 9 മണി. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റുണ്ട്. പിന്നെ ഞാൻ കടന്നുറങ്ങിയ പിന്നെ എണീറ്റ് ഇപ്പോൾ 9:30 രാവിലെ. പിന്നെ എൻ്റെ എന്തൊക്കെയോ വിറ്റാമിൻ സിൻ്റെ എന്തൊക്കെയോ സിറപ്പ് മേടിക്കുന്നുണ്ടായിരുന്നു. വിറ്റാമിൻ സിൻ്റെ അവൾ വായിക്കുക. വിറ്റാമിൻ സിബിയോ എ ബി എന്നൊക്കെ വായിക്കുന്നത്. പല്ലേക്കട്ടെ. ഇന്നലെ മരുന്ന് പിടിച്ചില്ലേ, മറ്റേ ചുമൻ്റെ മരുന്ന് പിടിച്ചില്ലേ. ചുമൻ്റെ മരുന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല എന്താ പറയുക, ഇന്നലെ ചുമച്ചപ്പോൾ അധികം കവന്ന് വരുന്നില്ല. ഇപ്പോൾ ആകെ സീനായി കിടക്കുക. ഇപ്പോൾ ചുമയ്ക്കാനും മൂക്ക് വലിക്കാനും ഒന്നും പറ്റണില്ല. നേരെ പല്ല് വെച്ചിട്ടേ എന്തെങ്കിലും കഴിച്ചിട്ട് ഇന്ന് കടി ഉണ്ടാക്കിയിട്ടില്ല ഒന്നിന്. കടി ഉണ്ടാക്കിയിട്ടില്ല ഒന്നാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് മേലെ ഉണ്ണീനെ ആരത്തിലൊക്കെ വീട്ടിൽ പോയി വെക്കാം. ഇന്ന് ലീവല്ല, ആരെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇന്നലെ കടി ഉണ്ടാക്കിയില്ല. ഇന്ന് കറി മറ്റേ മുരിങ്ങേൻ്റെ ഇലയും പിന്നെ പരിപ്പുമാണ് കറി. പിന്നെ ചോറുണ്ട്. പൂച്ചക്കുട്ടി എന്തിനാ കറി കൊടുക്കുന്നുണ്ട്. അത് അവിടുന്ന് ചോറ് ഇട്ട് കൊടുത്താണല്ലോ. പാവം ഒറ്റയ്ക്കായിട്ടായിരിക്കും അല്ലേ. എന്ത് ജലദോഷം അത്. പൂച്ചക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇത് മാത്രം മഞ്ഞ മാത്രം അധികം ഇവിടെ കാണാറുള്ളൂ. മറ്റേ രണ്ടെണ്ണം എങ്ങോട്ടേലൊക്കെ പോയി പിന്നെ കാണേയില്ല. വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി കാണുള്ളൂ. അതിൻ്റെയൊക്കെ തള്ളപ്പൂച്ച ഉണ്ടായിരുന്നു ആ റൂമിൽ കടന്നുകൊണ്ടൊക്കെ കടന്നുറങ്ങണ്ടായിരുന്നു. ആ റൂമിൽ അകത്ത് റൂമിൽ കടന്നുറങ്ങണ്ടായിരുന്നു. പിന്നെ അതിനടുത്ത് ഞാൻ പുറത്താക്കി. എന്നിട്ട് അതെങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് അറിയില്ല. ഇപ്പം മഞ്ഞതിനെ കാണുന്ന അധികം, മറ്റേ ഒന്നിനെ അധികം കാണുന്നില്ല. എങ്ങോട്ടേലും പോയത് ഫുള്ള് പെമ്പൂച്ചയാണ്. അത് മോള് പ്രസവിക്കണ ഫുള്ളും പെമ്പൂച്ചയാണ്. പെണ്ണുങ്ങളെ ഫുള്ളും. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ പെറ്റ് പെരുകൊതൊക്കെ ആ സീനാണ്. ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ എനിക്കെന്താ അറിയില്ല, ഇങ്ങനെ എന്തോ ഓവർ തിങ്കിങ് ചെയ്തിട്ട് എന്തോ ഒരു ഇത് കിട്ടില്ല. എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ 316 സബ്സ്ക്രൈബ് ആയിക്കണം എനിക്കിപ്പോൾ. 316. പിന്നെ ഇടുന്ന വീട്ടിലൊന്നും അധികം വ്യൂസും കയറില്ല. എന്താ അറിയില്ല. ഞാൻ വ്ളോഗിൽ എന്താ ഇതാക്കാത്ത എന്താ എനിക്കൊന്നും അറിയില്ല. ഇനി നേരെ ഉണ്ണീൻ്റെ വീട്ടിൽ പോന്നു. ഈ വീട്ടിൽ പോയിട്ട് നേരെ അവനെയും കൂട്ടി തിരിച്ചു തരും. അല്ലെങ്കിൽ അവനെ കൂട്ടാതെ ഞാൻ ഒറ്റയ്ക്കാനെ തിരിച്ചു തരും. അല്ലെങ്കിൽ അവനെയും കൂട്ടിയിട്ട് തിരിച്ചു തരും. എന്താ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും അവിടെ പോയാലും അറിയാം. അവ വീട്ടിലുണ്ടോ എന്തോന്ന് പോലും അറിയില്ല. സരുണ തുറക്കട്ടെ. നീല തുറന്നോളെ പറഞ്ഞേ. ഇവിടെ ഇല്ലാതെന്നാ പോലെ. കസാര എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. കസാര എടുക്കാൻ വന്നേ. കസാര എടുക്കാൻ ഇവൻ്റെ വീട്ടിൽ വന്ന അപ്പൻ്റെ അടുത്ത് കസാര എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ എൻ്റെ അടുത്ത് കസാര എടുക്കണം വേണ്ടി മുന്നേ പറഞ്ഞിരുന്നു. അവിടെ കോവക്കുണ്ട്, ഇഷ്ടംപോലെ കോവക്കുണ്ട്. അതൊക്കെ പോയി പറിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചേച്ചി ഇന്നലെ വിളിച്ചിരുന്നു. അപ്പം അതിന് വേണ്ടി പോകാൻ വേണ്ടി ഞാനും ഉണ്ണി റെഡി ആയതുകൊണ്ട് ഉണ്ണി ഫോൺ എടുക്കാൻ അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇവിടെ നേരെ മേലേക്ക് ഇങ്ങനെ കയറിപ്പോണം. ഇവിടുന്ന് നേരെ ഇങ്ങനെ കയറിപ്പോണം ആ വീട്ടിലേക്ക്. ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട്. ഇവിടുത്തെ വഴിയൊക്കെ അടിപൊളി വഴികളാണ്. ബാബുണ്ണി പോയിട്ട് വരാം. കോവക്കുണ്ടല്ലോ, പൈസ അതൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും പോയി നോക്കിയാൽ എന്താ സാധനം എന്നൊക്കെ അറിയുള്ളൂ. വഴി ഉണ്ടാവും. കൂടെ ഇനി കയറിപ്പോണം. ഇവിടെ പണ്ട് വീടുണ്ടായതാണ്. ആ വീട് പൊളിച്ച് അതിൽ വേറെ വീട് വെച്ച് അവിടെ താമസമായി. ഇത് വെട്ടിയിട്ടാ. ഇത് മറ്റേ മുരിക്കിൻ്റെ മൊത്തം വെട്ടണം. ജിമ്മി എൻ്റെ എപ്പോഴും വരുന്ന അല്ല ജിമ്മിയെ പാവാണ് ജിമ്മി. ഉണ്ണി അറിയില്ലേ? ഉണ്ണി കയറിക്ക് സിമ്പിളാടാ. ഇവിടെ കയറിയായി. ക്യാമറ ഉണ്ണീൻ്റെ കയ്യിൽ ക്യാമറ നമ്മൾ കൊടുക്കാണ്. ഉണ്ണി ക്യാമറ പിടിച്ചാ. ഉണ്ണി കത്തി എടുത്താ അത് ഉണ്ണി. ഈ ഭാഗം മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഈ കോവയ്ക്കുള്ള ഭാഗമൊക്കെ നിലത്തേക്ക് വെട്ടിയിട്ടുണ്ട്. ഇനി അപ്പുറത്ത് വരെ കയറാന്ന് പറഞ്ഞേ. അപ്പുറത്ത് വരെ കയറാൻ എന്തോ ക്ലിയർ ആയിട്ട് അറിയില്ല. ഉണ്ണി ആ ഭാഗത്ത് പോയിട്ടുണ്ട്. ശരിക്കും ഉണ്ണി
എന്നാ കത്തിന്നോ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം നല്ല ഉറക്കമായിരുന്നു, നല്ല ഉറക്കം വന്നു. അപ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കണതാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം വരാം, വെട്ടിത്തരാം, കോക്ക പറിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ വന്ന ഇങ്ങോട്ട്. ഉണ്ണി കയറുന്നുണ്ട്. ഉണ്ണിയെ മരം കയറ്റി ശീലാക്കി ഞാൻ. ഉന്തേച്ചി അതൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മരം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്, അവിടുത്തെ മരം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കോക്കേൻ്റെ റെഡി. കോക്ക ഞാൻ കാണിച്ചു തരാം. ഉണ്ണി രണ്ട് കോക്ക ഇറക്കി കാണുന്നില്ലല്ലോ. കോവയ്ക്കല്ല ഉണ്ണി പറിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ. ഉണ്ണി വല്ല കോവയ്ക്കും പറിച്ചു തുടങ്ങുന്നുണ്ട്. അവിടുന്ന് കോവയ്ക്ക ഇറക്കിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ആ മരത്തിന് മേലേക്ക് അവിടെ കുറേ ഇങ്ങനെ കോവയ്ക്കുണ്ട്. അതൊക്കെ ഇങ്ങനെ പറിച്ച് ഇവിടെ കൂട്ടിയാണ് കോവയ്ക്കൊക്കെ. അതാ കൂട്ടിയിരുന്നത്. ഉണ്ണി നീ ഇടയ്ക്ക് 2-3 തിന്നെ ഞാൻ കണ്ടല്ലോ. ഇതാണ് കോവക്ക. ഇത് പൈത്ത് ഇങ്ങനെ ഓറഞ്ച് കളറല്ലേ. ഈ പൈത്ത് തിന്നുമ്പോൾ ഇതിൻ്റെ ഓറഞ്ച് കളറ് വയലും നാക്കിലൊക്കെ മൊത്തം നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പുമുളകൊക്കെ ഇട്ട് തിന്നണം. നല്ല രസം ചേച്ചിയെ. ഇത് ഉപ്പേരി വെക്കാൻ പറ്റും. പിന്നെ എന്തിനൊക്കെ പറ്റും? കറി വെക്കാൻ പറ്റും. പിന്നെ ഉപ്പേരി വെക്കാൻ പിന്നെ കുറേ ഇതിന് കോക്ക ആയിട്ട് കേട്ടോ. അത് നമുക്ക് കുറച്ച് കിട്ടിയിട്ട് കൈസ് ഇതിന് നേരെ കൊണ്ടുപോയിട്ട് ഉപ്പേരിയൊക്കെ പൊരിക്കുക എന്തൊക്കെ ചെയ്യണം. ഉപ്പേരി വെക്കണം, പൊരിക്കണം, കറി വെക്കണമെന്ന് വൈകുന്നേരം അമ്മ വന്നിട്ട് തീരുമാനിക്കും. ഞാനല്ല, ഉണ്ണിക്കാണ് കുറച്ച്. അവിടെ നമുക്ക് ഉപ്പുമുളക് കിട്ടുന്നാലോ. അന്ന് ഉണ്ണീൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഉപ്പുമുളക് കിട്ടുന്നിട്ട് നേരെ പോകുന്നു, താഴെ വീട്ടിലേക്ക് പോകുന്നു, അവിടെ കൊണ്ടുപോയി വെക്കുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വരുന്ന ഉപ്പും മുളകും എന്തെങ്കിലുമൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ ആക്കും. ഉപ്പേരിയൊക്കെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ കാട്ടിയിരിക്കും. ഇപ്പോൾ 2-3 എടുത്തിട്ട് ഉപ്പും മുളക് ഇട്ട് തിന്നട്ടെ ഇവിടുന്ന് ഉണ്ണീൻ്റെ വീട്ടിൽ നിന്ന്. ഉണ്ണിയെല്ലാം സെറ്റ് ആക്കൂലേ. മുളകൊടി ഇല്ലാത്തതുകൊണ്ട് ഇതേപോലത്തെ റെഡ് ഉണ്ടല്ലോ, ഇതാണ് വായിൽ ഇങ്ങനെ എന്താ പറയുക ചുവപ്പ് കളറുണ്ട്. ഇതാ കാണുന്നുണ്ടോ? അതേപോലെ ആക്കണം. ഇതാ ഉപ്പ് മാത്രമേ ഉള്ളൂ, മുളകൊടി ഇല്ല. എന്നിട്ട് ഇത് തിന്നിട്ട് പൈറ്റായിപ്പോണ്ട് ഇവ നെല്ലിക്ക കൊണ്ടിരുന്നത്. നെല്ലിക്ക അതിന് ഉപ്പുമുളക് തിന്നണം. ഉപ്പ് മുളകൊന്നുമില്ല, ഉപ്പ് ഇട്ട് തിന്നോട്ടെ. അതോടെ ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോകാം. കോക്ക നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇനി വൈകുന്നേരം അമ്മ എന്നിട്ട് ഉപ്പേരിക്കോ കറിയൊക്കെ ഒന്നും അറിയില്ല. അപ്പം അമ്മ വന്നാലാണ് കോവയ്ക്കേൻ്റെ പരിപാടി എന്താ വെച്ചാൽ നോക്കാൻ പറ്റുള്ളൂ. പള്ളിക്ക് ഇന്ന് ഇറച്ചി മേടിച്ച് വീട്ടിലേക്ക് ഇറച്ചി മേടിച്ച് കൊടുക്കാൻ പോകുന്നുണ്ട്. വീട്ടിലുള്ളവരൊക്കെ എന്താ പറയുക പള്ളിക്ക് ഇന്ന് വരുന്നില്ല. ഇന്ന് പള്ളിയിൽ വേറെ എന്താ കസാരയൊക്കെ ഒതുക്കി വെക്കാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. കുറച്ച് 7:30 ആകുമ്പോൾ ജീപ്പ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇറച്ചി നേരെ മേടിച്ച് കൊടുത്തിട്ട് വീട്ടിലേക്ക് മേടിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ എങ്ങനെ പൈസയും കൊണ്ട് വരും. ഇവിടുന്ന് നേരെ പോവുക, ഇറച്ചി മേടിക്കുക, എന്നിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു 7:30 ജീപ്പ് വരുമെന്ന് പറഞ്ഞാൽ അതിൽ കയറിയിട്ട് പള്ളിയിൽ പോവുക. അതൊക്കെ ശരിയാക്കാനുണ്ട്. അവിടുന്ന് മൊബൈൽ എടുക്കുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് വ്ളോഗ് ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വ്ളോഗ് ഇടാം കേട്ടോ. ഇറച്ചി അടിച്ചിട്ട് തരാം. എന്നാ എടാ അത് പിന്നെ കൊണ്ടേക്കാം. അത് കടയിൽ വെച്ചല്ലെങ്കിൽ ഇതേപോലത്തെ 500 നോട്ടുണ്ടെങ്കിൽ കിങ്ങിണീൻ്റെ എന്താ പറയുക മൊബൈലിൻ്റെ ബാക്ക് കേസിലുണ്ട്. ഇതേപോലത്തെ 500 നോട്ട് ചെറിയ നോട്ടുണ്ട്. ഇത് ഒറിജിനൽ നോട്ടാട്ടോ, ഇത് ഒറിജിനൽ നോട്ടാ. ഇതുകൊണ്ട് ഇറച്ചി മേടിക്കാൻ പോകാണ്ട് ഇറച്ചി മേടിക്കണം. എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് നേരെ ഒരു 7:30 ആകുമ്പോൾ ജീപ്പ് വരുമെന്ന് പറഞ്ഞുള്ള ശരിക്കും ടൈം അറിയില്ല. എന്തായാലും ഇപ്പം നേരെ പോയിട്ട് അവരെ വീട്ടിൽ പോയിക്കുക. എന്നിട്ട് 7:30 ആകുമ്പോൾ നേരെ ജീപ്പ് കയറുക, നേരെ പോവാ, പള്ളിക്ക് പോവാ. തിന്ന സമയത്ത് പടന്ന് നിർത്തുക. തിന്നോ തിന്നോ. ഇറച്ചി വെച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ. സ്ലിപ്പ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സ്ലിപ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മൊബൈലെടുക്കാൻ പറ്റിയില്ല. കൈ മൊത്തം നനവായിരുന്നു. അപ്പോൾ കൈ കുറച്ചിട്ട് ഞാൻ മൊബൈലെടുത്താൽ ഇവിടെ അടുത്ത് പറഞ്ഞാൽ ഞാൻ സ്ലിപ്പ് വേറെ എന്തെങ്കിലും മേടിച്ചോളാൻ പറയാം. ഈ വേണ്ടിയിട്ട് 2 ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്ലിപ്പും മേടിച്ചിട്ടുണ്ട്, 2 ബിങ്കോ മേടിച്ചിട്ടുണ്ട്. എൻ്റെ ബിങ്കോ അതാ അവൻ്റെ കക്ഷത്തിൽ വെക്കണം. അവൻ്റെ സാമീന്ന് വിളിക്കണോ, സാമി മാല ഇട്ടിക്കണേ. അപ്പോൾ അതുകൊണ്ട് സാമീന്ന് വിളിക്കണ്ടേ. ഞാൻ അവന്നൊക്കെ ഇടയ്ക്ക് വിളിക്കും, പോടാൻ വിളിക്കും, പട്ടീന്നൊക്കെ വിളിക്കും, പോടാ പട്ടീന്നൊക്കെ. അല്ല വീട്ടിലെത്തിയപ്പോൾ ഉണ്ണിക്ക് ഇറച്ചി കൊടുക്കാറുണ്ട്. ഉണ്ണി ഇതവിടെ ഇറച്ചി പിടിച്ചിട്ടുണ്ട്. ഉണ്ണി ഇറച്ചി വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ വീട്ടിൽ കടന്നുറങ്ങിക്കുക. എന്നിട്ട് നേരെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ നമുക്കിനി പള്ളിയിൽ വെച്ച് കാണാം കേട്ടോ. ഫൈനൽ കേസ് നമ്മൾ നേരെ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പള്ളിയിൽ എത്തി കുറേ നേരം അങ്ങനെ കുറേ നേരം ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ഓരോരുത്തർക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഫോട്ടോ എടുത്ത് ബാക്കി കുറേ ആൾക്കാർ ഈ ഭാഗത്തേക്ക് ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ ഇവിടെയൊക്കെ ഫോട്ടോ ഷൂട്ടിങ് നടക്കുന്നത്. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കുന്നത്. ഞാൻ നേരെ കുറേ നേരം ഫോട്ടോ എടുത്ത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിക്കണം. കുറേ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി നിന്നിക്കണം. അവിടെ ടേബിളെല്ലാം അവിടെ സെറ്റാക്കി മുറ്റത്തല്ല ആ ഭാഗത്ത് വെച്ചിട്ടുണ്ട് ടേബിളെല്ലാം. അത് തുറക്കാം.
ചോറയ്ക്കാൻ വേണ്ടി എല്ലാവരും സീറ്റ് പിടിച്ചിട്ട് എല്ലാവരും കയ്യൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് എല്ലാവരും ഫ്രഷ് ആയിട്ട് ലളിതേച്ചി ചോറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കയ്യൊക്കെ കഴിഞ്ഞിട്ട് പ്ലേറ്റ് വല്ല നിരത്തിയിരുന്നു. ഇപ്പോൾ കൈ കഴിഞ്ഞിട്ട് ഓരോ സീറ്റ് പിടിക്കാൻ ചോറ് കഴിക്കുക. ഇതൊക്കെ ഇരിക്കുന്ന എന്തുവാ നീ വിളമ്പാൻ പറഞ്ഞാലോ? വിളമ്പാൻ പറയുന്നില്ല, നീ എവിടെയെങ്കിലും സീറ്റ് പിടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലല്ലേ നീ മേടിക്കണ്ട. എവിടെ സീറ്റ് പിടിച്ചേക്ക് ഇടിക്കുന്ന വിളമ്പാൻ. നിങ്ങളിങ്ങോട്ട് നിങ്ങളിങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് ഈ ഭാഗത്തോ ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ നമ്മളെ ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങളെ വിളമ്പാൻ വിളിക്കുമെന്നൊന്നും അറിയില്ല. വിളമ്പാൻ വിളിക്കുന്നുണ്ടോ? അല്ല വിളമ്പാൻ അവർ വിളമ്പിക്കോളൂ. അപ്പടി അവരൊക്കെ വിളമ്പിക്കോളൂ. ഞാൻ വലിയ ഇരിക്കട്ടെ. എനിക്ക് അനു ഒന്ന് ക്യാമറ കൊണ്ട് തിരിക്കട്ടെ. എന്തോന്ന് ക്യാമറ കൊണ്ട് തിരിക്കട്ടെ. കുറച്ചുകൂടി മേലേക്ക് നോക്കട്ടെ. ഞാൻ വെച്ച് വല്ല കോയിൻ്റെ കാലുണ്ടാവും. കോയിൻ്റെ കാലില്ല. പൈസ നമ്മളെ ഫുഡ് അടി കഴിഞ്ഞിട്ട് കേട്ടോ. ഫുഡ് അടി കഴിഞ്ഞ് കൈ കഴിയുമ്പോൾ നോക്കുമ്പോൾ ഇവൻ ഭീമന ഉണ്ടാക്കണ നട്ടര രാത്രി ഭീമന ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണു. എനിക്കൊന്നും ഉണ്ടാക്കി താട്ടോ, എനിക്കൊന്നും ഉണ്ടാക്കി തരുമോ? ഇങ്ങനെ പള്ളീൻ്റെ ഫ്രണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാ അവള് പക്ഷേ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പത്തേക്ക് പോയി. ഞാൻ എടുക്കാത്ത നീ എടുക്കാത്ത കാരണം അല്ല, നിന്നെ എടുക്കാൻ ഒരു ഇതില്ലായിരുന്നു. ലൈറ്റ് എന്തിനാ ഇപ്പൊ നടക്കാന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഭാഗത്ത് ഇവിടുന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ അവിടെ ചന്ദ്രൻ്റെ കാണുന്നുണ്ട്. പിന്നെ പള്ളി നൈറ്റ് ടൈമിൽ രാത്രി ഈ ടൈമിൽ കാണാൻ നല്ല മുഞ്ചുണ്ട് പള്ളിയാണ്. ഇതുണ്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് നേരെ റോട്ടിക്ക് മെയിൻ റോട്ടിലേക്കുള്ള സ്റ്റെപ്പ് ഇവിടെ വൈകി മെയിൻ റോഡ്. ഇപ്പോൾ വണ്ടി ആവും, അതാ പോകുന്നു. വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്, വണ്ടി വന്നിട്ട് ഇപ്പൊ നേരെ ഞങ്ങള് വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ പോകട്ടെ. ഞങ്ങൾ എല്ലാവരും നമ്മുടെ നന്ദു വാ നമുക്ക് ഒന്ന് സീറ്റ് പിടിക്കാം. ഉണ്ണി വേഗം വാ നമുക്ക് ഒന്ന് സീറ്റ് പിടിക്കാം. അങ്ങനെ വീട്ടിലെത്തിയിട്ട് വയറൊക്കെ നിറഞ്ഞിട്ട് ആകെ അടങ്ങാറായി കിടക്കും. ബാത്റൂം ലൈനൊക്കെയാണ്. ഒരാൾ കഴിഞ്ഞിട്ട് അടുത്താൾ പോയിട്ട് പിന്നെ ഈ ലൈനൊക്കെയാണ്. നിങ്ങൾ കിടക്കാനുള്ള സെറ്റപ്പാണ്. ഞങ്ങൾ 1, 2, 3 പിന്നെ ഞാൻ 4 ആൾക്കാർ ഈ റൂമിൽ കിടക്കുന്നത്. 4 ആൾക്കാർ ആ റൂമിൽ. നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ബൈ ബൈ. See you.